ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകാറില്ലേ? എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കാൻ തുടങ്ങിയാൽ ഒരു ഡിഫറെൻറ്റ് ഫീല് കിട്ടും. വെറും 5 ദിവസം കൊണ്ട് 5 പാർട്ടായി നമുക്ക് ഈ സുവിശേഷം എളുപ്പത്തിൽ വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സുവിശേഷം മുമ്പോട്ട് പോകുന്നത് എന്ന് നോക്കിയാലോ? ആദ്യ പാർട്ട്, അതായത് ചാപ്റ്റർ 1ഉം 2ഉം. ആദ്യ 2 ചാപ്റ്ററിൽ തന്നെ അത്ഭുത ശിശുക്കളെ വെച്ച് ലൂക്കോസ് തുടങ്ങുകയാണ്. ഒരേ ദൂതൻ, 2 ദമ്പതികൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ കൺട്രോളിലാണ് ഈ 2 ജനനവും നടക്കുന്നത്. കഥയുടെ തുടക്കം തന്നെ വല്ലാത്ത ഒരു എനർജിയാണ്. ഒരു വശത്ത് പ്രായമായ സക്രിയാവനും എലിസബത്തിനും യോഹന്നാൻ ജനിക്കുന്നു, മറ്റൊരു വശത്ത് കന്യകയായ മറിയമിന് യേശു ജനിക്കുന്നു. ഇങ്ങനെ പോകുന്നു ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വന്നാലോ, അതായത് ചാപ്റ്റർ 3ഉം 4ഉം. കർത്താവ് മിനിസ്ട്രിക്ക് ഒരുങ്ങുന്നതാണ് ഈ പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് യേശുക്രിസ്തു വളരുന്നതും സ്നാനമേൽക്കുന്നതും പിന്നെ മരുഭൂമിയിൽ സാത്താനെ വചനം കൊണ്ട് തോൽപ്പിക്കുന്നതും ഇതെല്ലാം കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് കടന്നാലോ, അതായത് ചാപ്റ്റർ 5 മുതൽ 8 വരെ. യേശു അപ്പച്ചൻ നേരെ ഗലീലയിലേക്ക് പോകുന്നു. ഗലീലയിൽ വെച്ച് ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും നൽകി ഒരു മിനിസ്ട്രി വർക്ക് അവിടെ നടത്തുകയാണ്. യേശു അപ്പച്ചൻ്റെ മിനിസ്ട്രി വർക്കാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി പാർട്ട് 4ലേക്ക് കടന്നാൽ ചാപ്റ്റർ 9 മുതൽ 18 വരെ. ഇവിടെ യെരുശലേമിലേക്കുള്ള ഒരു യാത്രയാണ്. യേശു അപ്പച്ചൻ ശിഷ്യന്മാരെയും കൂട്ടി യെരുശലേമിലേക്ക് യാത്ര തുടങ്ങുകയാണ്. വഴിയെ പോകുമ്പോൾ അനേകം ഉപമകൾ പറയുന്നുണ്ട്. മുടിയനായ പുത്രൻ്റെ കഥ, നല്ല ശമരിയക്കാരൻ്റെ കഥ എല്ലാം ഈ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഴിയിൽ ഉടനീളം ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുന്ന യേശു അപ്പച്ചനെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് യേശു അപ്പച്ചൻ ഒരു മെൻറ്ററെ മാതിരി അവരെ ഗൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി പാർട്ട് 5ലേക്ക് വന്നാലോ, അതായത് ചാപ്റ്റർ 19 മുതൽ 24 വരെ. ഇതാണ് അവസാനത്തെ പാർട്ട്. ഇവിടെ യെരുശലേമിലെത്തുന്ന യേശു അപ്പച്ചൻ്റെ രാജകീയ പ്രവേശനം, ക്രൂശ് മരണം, ഒടുവിൽ ആ വലിയ വിജയകരമായ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യേശു അപ്പച്ചൻ കുരിശിൽ മരിച്ച് ലോകത്തിന് രക്ഷ നൽകി എന്നുള്ളതാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അവസാനിക്കുന്നത് എവിടെയാണ്? അവിടെ നിന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. അതായത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ ലോകമെങ്ങും എത്തിക്കാനുള്ള ദൗത്യം അവിടെയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ ഓരോ പാർട്ടായി തിരിച്ച് വായിച്ചാൽ വെറും 4-5 ദിവസം കൊണ്ട് നമുക്ക് ഈ സുവിശേഷം ഫുള്ളായി വായിച്ചു തീർക്കാം. ഡെയിലി ഒരു 30 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു തീർക്കാവുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം.